നടൻ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിൽ നിർണായക വഴിത്തിരിവ്. അക്രമി ബംഗ്ലാദേശ് സ്വദേശിയായ ഷെരീഫുൽ ഇസ്ലാം തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു മുംബൈ പോലീസ്. കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങളും ഇയാളെ തന്നെയാണ് കണ്ടതെന്ന് ഫേഷ്യൽ റെക്കഗ്നിഷൻ സാങ്കേതിക വിദ്യയിലൂടെ പോലീസ് ഉറപ്പിച്ചിരിക്കുകയാണ്. അന്വേഷണം തുടങ്ങിയതു മുതൽ തന്നെ നിറയെ വെല്ലുവിളികൾ പോലീസിന് നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ ഒടുവിൽ പ്രതി ഷെരീഫുൽ ഇസ്ലാമിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം എത്തുന്നതും. അക്രമ സ്ഥലത്ത് നിന്ന് വിരൽ അടയാളം ലഭിക്കാതിരുന്നത് പോലും പോലീസിന് നേരിടേണ്ടി വന്ന വലിയ വെല്ലുവിളികളിൽ ഒന്നായിരുന്നു. മാത്രമല്ല CCTV ദൃശ്യങ്ങളിൽ കണ്ടത് തന്റെ മകനല്ല എന്ന അവകാശവാദവുമായി പ്രതിയുടെ പിതാവ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അത് പോലീസിനെ വലിയ രീതിയിൽ തന്നെ കുഴയ്ക്കുകയായിരുന്നു. തുടർന്നാണ് കൂടുതൽ ശാസ്ത്രീയ പരിശോധനയിലേക്ക് പോലീസ് കടന്നതും. 54-കാരനായ നടൻ ജനുവരി 15-നാണ് സ്വവസതിയിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നത്. അക്രമി 6 തവണ സെയ്ഫിനെ കുത്തിയെന്നായിരുന്നു ഡോക്ടർമാരുടെ റിപ്പോർട്ട്. പ്രതിയായ ഷെരീഫുൽ ഇസ്ലാം അനധികൃതമായാണ് ഇന്ത്യയിലേക്ക് കടന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഇയാൾ ജോലി തേടി മുംബൈയിൽ എത്തിയെന്നതും. മോഷണത്തിന് വേണ്ടിയാണ് നടന്റെ വീട്ടിൽ കയറിയതെന്നായിരുന്നു പ്രതിയുടെ കുറ്റസമ്മതമുണ്ടായതും. അപ്പാർട്ട്മെന്റിലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇയാളെ പിടികൂടിയതും. അതേസമയം ഇയാൾ അനധികൃതമായാണ് ഇന്ത്യയിലേക്ക് കടന്നതും. നിലവിൽ വിജയദാസ് എന്ന പേരിലായിരുന്നു താമസവും. 6 മാസം മുൻപ് മുംബൈയിലെത്തിയ ഇയാൾ ഇടയ്ക്ക് നാട്ടിൽ പോയി വരുമായിരുന്നു. സെയ്ഫിന്റെ വീട്ടിലേക്ക് ആക്രമണത്തിന് എത്തുന്ന ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അക്രമി നാട്ടിൽ നിന്നും തിരിച്ചെത്തിയത്. ഹൗസ് കീപ്പിംഗ് ഏജൻസിയിലായിരുന്നു ആദ്യം ജോലി. ഏജൻസി മുഖേന ഒരു പബ്ബിലായിരുന്നു പിന്നെ നിലവിൽ ജോലി ചെയ്തിരുന്നതും. സെയ്ഫിനെ ആക്രമിച്ച സമയത്ത് ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചുവെന്നും സംശയം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ മുംബൈ കോടതിയിൽ ഹാജരാക്കിയ പ്രതി 24 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ആക്രമണത്തിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ടെന്ന സംശയം തള്ളിക്കളയാനാവില്ലായിരുന്നുവെന്നും പോലീസ് അന്ന് വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയിലേക്ക് കടക്കാൻ പ്രതി ഉപയോഗിച്ച രേഖകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ്. ഷെരീഫുൽ ഇസ്ലാമിന് ഇന്ത്യയിലെത്താനും വ്യാജരേഖകൾ ഉണ്ടാക്കാനും ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന തരത്തിലും മുംബൈ പോലീസ് പരിശോധിക്കുകയായിരുന്നു. അതേസമയം നടൻ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച പ്രതിയുമായി അന്വേഷണ സംഘം ബാന്ദ്രയിലെ സെയ്ഫ് അലി ഖാന്റെ വീട്ടിലെത്തി സംഭവം പുനഃസൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. വീട്ടിലേക്ക് കയറിയതു മുതൽ സെയ്ഫിനെ ആക്രമിക്കുന്നതും ഒടുവിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കടന്നതും ഉൾപ്പെടെ തന്നെ പുനഃസൃഷ്ടിക്കുകയും ചെയ്തു. കൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അന്വേഷണ സംഘം. നിലവിൽ 5 ദിവസത്തേക്കായിരുന്നു പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നതും. കോണിപ്പടിയിലൂടെയും പൈപ്പിലൂടെയുമാണ് മുകളിലേക്ക് കയറിയതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഷെരീഫുൾ ബാന്ദ്ര ബസ് സ്റ്റോപ്പിലാണ് കിടന്നുറങ്ങിയത്. അടുത്ത ദിവസം രാവിലെ 7 മണി വരെ പ്രതി ബാന്ദ്രയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു. സെയ്ഫ് അലി ഖാന്റെ വീടെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. 7-ാം നില വരെ കോണിപ്പടി കയറിയാണ് പോയത്. തുടർന്ന് പൈപ്പിലൂടെ വലിഞ്ഞു കയറി മുകളിലേക്ക് നീങ്ങി. പിന്നീട് കുളിമുറിയുടെ ജനൽ വഴിയാണ് മുറിയിലേക്ക് കടക്കുന്നതും. കുളിമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിലാണ് ജോലിക്കാരിയായ ഏലിയാമ്മ എന്നയാളെ കാണുന്നത്. 1 കോടി രൂപ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഈ സമയം മുറിയിലേക്ക് എത്തിയ സെയ്ഫ് അലി ഖാൻ പ്രതിയെ കടന്നു പിടിച്ചു. രക്ഷപ്പെടാൻ വേണ്ടിയാണ് സെയ്ഫിനെ പുറകിൽ നിന്ന് കുത്തിയതെന്നും പ്രതി മൊഴി നൽകിയിരുന്നു. ആക്രമണത്തിന് ശേഷം പ്രതിയെ കീഴ്പ്പെടുത്തി മുറിയിലിട്ട് പൂട്ടിയെന്നാണ് ജീവനക്കാർ പറഞ്ഞത്. എന്നാൽ ഇവിടെ നിന്ന് പ്രതി രക്ഷപ്പെടുകയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ പുനഃസൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. പ്രതിയുടെ ബാഗിൽ നിന്നും സ്ക്രൂ ഡ്രൈവർ, അതുപോലെ തന്നെ കയർ, ചുറ്റിക ഉൾപ്പെടെയുള്ള വസ്തുക്കളും കണ്ടെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.